ഞെട്ടിവിറച്ചിരിക്കുകയാണ് ലോകം. തായ്വാനിൽ നേരം ഇരുട്ടി വെളുക്കുന്നതിനിടെ 80-ലധികം ഭൂചലനങ്ങൾ. തിങ്കളാഴ്ച രാത്രി തുടങ്ങി ചൊവ്വാഴ്ച പുലർച്ചെ വരെ തൈവാന്റെ കിഴക്കൻ തീരത്തുണ്ടായത് 80-ലധികം ഭൂചലനങ്ങൾ. 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളിൽ ചിലത് തൈവാൻ തലസ്ഥാനമായ തായ്പേയിൽ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കി. ഗ്രാമീണ കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂചലനങ്ങളിൽ ഭൂരിപക്ഷവും ഉണ്ടായത്. സംഭവത്തിൽ ആളപായമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഏപ്രിൽ 3-ന് 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 14 പേർ മരിച്ചിരുന്നു. അതിനുശേഷം നൂറുകണക്കിന് തുടർ ചലനങ്ങളാണ് തൈവാനിലുണ്ടായത്. ഏപ്രിൽ 3-നുണ്ടായ ഭൂചലനത്തിൽ കേടുപാടുകൾ സംഭവിച്ചതും ഇപ്പോൾ പ്രവർത്തിക്കാത്തതുമായ ഒരു ഹോട്ടൽ കെട്ടിടം ഒരു വശത്തേക്ക് ചെറുതായി ചാഞ്ഞിരിക്കുകയാണെന്ന് ഹുവാലിയനിലെ അഗ്നിശമന സേനാ വിഭാഗം അറിയിച്ചു. 2016-ൽ തെക്കൻ തൈവാനിലുണ്ടായ ഭൂകമ്പത്തിൽ 100-ലധികം പേർ മരിച്ചിരുന്നു. 1999 റിക്ടർ സ്കെയിലിൽ 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 2000-ലധികം പേരാണ് മരിച്ചത്. ഏപ്രിൽ 3-ന് തൈവാൻ തലസ്ഥാനമായ തായ്പേയിലുണ്ടായ ഭൂചലനത്തിൽ 26 കെട്ടിടങ്ങളാണ് തകർന്നു വീണത്. ലോകത്തിന്റെ പല കോണുകളിലും ഇത്തരം ആശങ്കയുണ്ടാക്കുന്ന ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പോയ മാർച്ച് 23-നാണ് 24 മണിക്കൂറിനുള്ളിൽ 2000-ലധികം ഭൂചലനങ്ങൾ കാനഡയിൽ ഭൂകമ്പ പരമ്പര എന്ന വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത്. ഭൂമികുലുക്കം ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും പ്രത്യാഘാതങ്ങളും ഭൂരിഭാഗം പേർക്കും അറിയാം. ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ എന്നും ഭൂകമ്പത്തിന്റെ പിടിയിലാണ്. എന്നാൽ ഒരൊറ്റ ദിവസം തന്നെ 2000-ലധികം ഭൂകമ്പങ്ങൾ സംഭവിച്ചു. ഓർക്കുമ്പോൾ തന്നെ അത്തരമൊരു വാർത്ത വലിയ ഞെട്ടലുണ്ടാക്കാം. എന്നാൽ കാനഡ ഇത്തരമൊരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വാൻകൂവർ ദ്വീപിന്റെ തീരത്ത് നിന്നും 180 മൈൽ അകലെയുള്ള എൻഡവർ സൈറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഭൂകമ്പ പരമ്പര ഉണ്ടായത്. എന്നാൽ ഇത് മനുഷ്യന് യാതൊരു വിധത്തിലുള്ള നാശനഷ്ടങ്ങളും നൽകുന്നില്ലെന്നും ഭീഷണി സൃഷ്ടിക്കുന്നില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. എന്നാൽ ഭൂകമ്പത്തിന്റെ ഫലമായി കടലിന്റെ അടിത്തട്ട് വിണ്ടു കീറിയതായാണ് റിപ്പോർട്ട്. ഭൂകമ്പം അനുഭവപ്പെട്ട പ്രദേശത്ത് വിവിധ ജലവൈദ്യുത വെന്റുകളുണ്ട്. സമുദ്രത്തിലെ മധ്യഭാഗത്ത് നിന്നും ചൂടായ ജലം പുറത്തേക്കൊഴുകുന്ന വിള്ളലുകളെയാണ് ഹൈഡ്രോ തെർമൽ വെന്റുകൾ എന്ന് പറയുന്നത്. ഇവയുടെ സാന്നിധ്യമാണ് കടലിന്റെ അടിത്തട്ട് വിണ്ടു കീറാൻ ഇടയാക്കിയത്. നടുക്കടലിലെ ഭൂകമ്പങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ട് വേർപെടുത്തുന്നതിന് പിന്നാലെ പുതിയ പുറംതോട് രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുമെന്ന് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ മറൈൻ ജിയോഫിസിക്സിൽ ഡോക്ടറൽ കാൻഡിഡേറ്റ് സോ ക്രൗസ് വ്യക്തമാക്കിയിരുന്നു. 2018 മുതൽ ഈ പ്രദേശത്ത് ഭൂകമ്പം സ്ഥിരമാണ്. എങ്കിലും കഴിഞ്ഞ മാർച്ച് 6-ന് ഓരോ മണിക്കൂറിലും കുറഞ്ഞത് 200 ചെറിയ ഭൂകമ്പങ്ങൾ കടൽ തീരത്തുണ്ടായി. കടൽ തീരത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത് സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായി. ഇതാണ് ഭൂകമ്പ പരമ്പരയ്ക്ക് കാരണമായതെന്നാണ് അന്ന് വിദഗ്ധർ കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ തായ്വാന് നടുക്കിയും ഭൂകമ്പത്തിന്റെ പരമ്പര. നേരം ഇരുട്ടി വെളുക്കുന്നതിനിടെ 80-ലധികം ഭൂചലനങ്ങൾ.